Okay, see illustration number 4. A and B start business on 1st January 2019 with a capital of 30,000 and 20,000. എന്താണ് അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. According to the partnership deed, B is entitled to a salary of 500 per month. B ക്ക് salary ഉണ്ട്. And interest is to be allowed on opening capital at a 6% per annum. 6% interest on capital. The remaining profit are to be distributed among the partners in the ratio of 5:3. During 2019, the firm earned profit before charging B's interest on capital amounting to 25,000. During the year, A withdrew 8,000 and B withdrew 10,000 for the domestic purpose. Prepare capital account of A and B. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഒന്നും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഐറ്റങ്ങളില്ല. നമുക്ക് നേരെ ഇതിപ്പോ ഇത് എയുടെ ബിയുടെ നിങ്ങൾക്ക് ഒരുമിച്ച് വരയ്ക്കായിരുന്നു. ഇത് സെപ്പറേറ്റ് ആണ് വരച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് അക്കൗണ്ട് ആണ്. നമുക്ക് നോക്കാം. ആദ്യം ചെയ്തിരിക്കുന്നത് ബൈ ബാങ്ക് അവർ കൊണ്ടുവന്നിരിക്കുക സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ജേണൽ എൻട്രി വന്നല്ല. എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഏസ് ക്യാപിറ്റൽ. അപ്പൊ ഏസ് ക്യാപിറ്റൽ നമ്മൾ എന്താ എഴുതുക? ബൈ ബാങ്ക് എന്നാണ് എഴുതുക. എന്താ എഴുതുക? ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ 30,000 എഴുതിയിരിക്കുകയാണ്. 30,000 ക്ലിയർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇൻട്രസ്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. കാരണം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കൂടുന്ന ഒരു ഐറ്റം ആണ്. അപ്പം ഫൈൻഡ് ഔട്ട് ദി 6% അല്ലെ. അതായത് 30,000ന്റെ 6% ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം അത് 1 ഇയർ ഉണ്ട് എന്നുള്ള അസംഷനിൽ 1 ഇയർക്കുള്ള എന്ത് ചെയ്യാണ് 6% നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ അവൈലബിൾ ആയ പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ എത്രയാ? 25,000 അല്ലെ. അപ്പം അത് 5:3 എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം എക്ക് കിട്ടിയിരിക്കുന്നത് 5/8 ആണ്. എത്ര വരും? 10,000 വരും. ഇതില് ഇയാള് ഡ്രോയിങ്സ് ഉണ്ട് അല്ലെ. ഡ്രോയിങ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഡ്രോയിങ്സിന് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആണ്. 8,000 ഡ്രോയിങ്സിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ 8,000 ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് 41,800. ദെൻ സെയിം ടോട്ടൽ പ്ലേസ് ചെയ്തു, ഡിഡക്ട് ചെയ്തു, നമുക്ക് ബാലൻസ് കിട്ടി അല്ലെ. ഈ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നേരെ എവിടെ പോകും? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എത്ര? 33,800 ആണ് എഴുതുക. ഏതല്ല? 30,000 അല്ല. ക്ലിയർ? സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. റെഡി? ഓക്കെ. ഇതിൽ എന്തുകൊണ്ട് സാലറി വന്നില്ല? ബിക്കോസ് എക്ക് സാലറി ഇല്ല. ആർക്കുള്ളത്? ബിക്കാണ് സാലറി ഇല്ല. അപ്പൊ നമ്മൾ ബിയുടെ ക്യാപിറ്റൽ നോക്കുന്നു. ഓക്കെ, ബിയുടെ ക്യാപിറ്റൽ നോക്കി കഴിഞ്ഞാൽ അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ 20,000 ആണ്. ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ അയാൾക്ക് സാലറി ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ട്. ആ സാലറിയെയും ഇൻട്രസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. കാരണം ക്യാപിറ്റൽ കൂടുന്ന ഐറ്റം ആണ്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ 10,000 രൂപയെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. ദെൻ നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യുന്നു. 33,200 ടോട്ടൽ കിട്ടി. 33,200 ടോട്ടൽ കിട്ടി. അതിൽ 10,000 രൂപ നമ്മളുടെ ഡ്രോയിങ്സ് കുറച്ചു. ബാക്കി എത്രയുണ്ട്? 23,200. ഇതാണ് എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാ? ക്യാപിറ്റൽ ആയിട്ട് എങ്ങോട്ട് പോവാ? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കും. ഏത് എമൗണ്ട് അല്ല? ഈ എമൗണ്ട് അല്ല. പറഞ്ഞത് ക്ലിയർ ആയോ? ഇത് തുടങ്ങുമ്പോൾ അയാൾക്കുള്ള എമൗണ്ട് ആണ് അല്ലെ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾക്കുള്ള എമൗണ്ട് ആണ്. പിന്നെ കൂടിയും കുറഞ്ഞും ഇപ്പൊ എത്രയായി നിൽക്കുകയാണ്? 23,200 ആയിട്ട് നിൽക്കുകയാണ്. സോ ദിസ് ഈസ് ദി ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു അസർടൈൻ ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ?